പൃഥ്വി ഷാ ഇന്ത്യൻ ക്രിക്കറ്റിലെ നഷ്ടപുത്രൻ. കരിയർ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന ഘട്ടത്തിൽ നിന്നും ഒരു ഇടവേളയ്ക്ക് ശേഷം ഡൽഹി ക്യാപിറ്റൽസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു കാലത്ത് ഏറെ പ്രതീക്ഷയോടെ ഇവൻ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് കരുതി പക്ഷേ എവിടെയും എത്താതെ പോയ പൃഥ്വി ഷാ. മുമ്പ് 7 സീസണുകൾ ടീമിനൊപ്പം ഉണ്ടായിരുന്ന താരത്തെ IPL 2025 ലേലത്തിന് മുൻപ് ആ ക്ലബ്ബ് ഒഴിവാക്കിയിരുന്നു, ഡൽഹി ഒഴിവാക്കിയിരുന്നു. തുടർന്ന് നടന്ന ലേലത്തിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ക്ലബ്ബുകൾ തയ്യാറായി വന്നതുമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ലേലത്തിൻ്റെ ഒടുവിൽ ആക്സിലറേറ്റഡ് റൗണ്ടിൽ 11 കളിക്കാരിൽ ഒരാളായി ഷാ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. 75 ലക്ഷം രൂപയ്ക്ക് ഡൽഹി തന്നെ അദ്ദേഹത്തെ തിരികെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാം പൃഥ്വി ഷായെക്കുറിച്ച്. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഇവിടെയുള്ള ശബ്ദവും നിശബ്ദതയും എനിക്കറിയാം. ചില കഥകൾ അവസാനിക്കുന്നില്ല, അവ വീണ്ടും തിരികെ വരും. ഡൽഹി നിങ്ങളുടെ ആ പഴയ പഴിയൻ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് ആ ഒരു തിരിച്ചുവരവിൻ്റെ സമയത്ത് പൃഥ്വി ഷാ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തിരുന്നു. പൃഥ്വി ഷാ എന്ന് പറയുമ്പോൾ വലിയ ഉയരങ്ങളിൽ എത്തുമെന്ന് കരുതിയവനാണ്. ഭാവി ഇന്ത്യൻ ടീമിൻ്റെ നായകനാവുമെന്ന് കരുതിയവനാണ്. ഇന്ത്യൻ ടീമിൽ ഒരു പ്രകമ്പനമായി ടീമിൽ എത്തിയവനാണ്. മുമ്പൊരിക്കൽ സച്ചിൻ്റെയും ലാറയുടെയും വീരേന്ദ്ര സെവാഗിൻ്റെയും ശൈലി ഒരുപോലെ സമ്മേളിച്ച ബാറ്റിംഗ് താരമാണ് എന്ന് രവിശാസ്ത്രി ശ്ലാഘിച്ചവനാണ്. കന്നി ടെസ്റ്റിൽ ഇടിമുഴക്കമാർന്ന ഇന്നിങ്സോടെ വരവറിയിച്ചവനാണ്. പിന്നീട് എപ്പോഴോ മിടുക്കനായിരുന്നു, പക്ഷേ പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു, പതിയെ അവനൊരു തോൽവിയായി മാറി എന്ന് ആരാധകർ വേദനയോടെ ടാഗ്ലൈൻ നൽകിയവനാണ്, ട്രോളിയവനാണ്. വൻ ഹൈപ്പിൽ നിന്നും വൻ വീഴ്ചയിലേക്ക് കൂപ്പുകുത്തിയവനാണ്. വിടരും കാവ്യ സുമങ്ങൾ അറുക്കാൻ നാളെ വേറെയും കവികൾ വരും, എന്നെക്കാൾ മികച്ച കാതികർ വരും, നിങ്ങളെക്കാൾ മികച്ച ശ്രോതാക്കളും. പക്ഷെ നാളെ ആരെങ്കിലും എന്നെ ഓർക്കുമോ എന്ന് അവൻ നിങ്ങളോട് ചോദിച്ചാൽ ഓർക്കും. പക്ഷേ ഒരു നഷ്ടനായകനായോ മുടിയനായ പുത്രനായോ പ്രതിഭയുടെ ധാരാളിത്തത്തിൽ പ്രൊഫഷണൽ ലൈഫ് കളഞ്ഞു കുളിച്ചവനെന്നോ മറ്റൊരു ആധുനിക വിനോദ് കാംബ്ലിയെന്നോ ഒക്കെ ഞങ്ങൾ ഓർക്കും, ഞങ്ങൾ വിളിക്കുമെന്ന് നമ്മളും വേദനയോടെ പറയുന്നവരാണ് പൃഥ്വി ഷാ. ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാവി ഇതിഹാസമെന്നും സച്ചിൻ ടെണ്ടുൽക്കർക്ക് പിൻഗാമിയെന്നും വാഴ്ത്തപ്പെട്ടവനായ പൃഥ്വി ഷാ. എന്നാൽ പിന്നീട് ഒരു ടീമും വിളിച്ചെടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് പൃഥ്വി ഷാ മാറുന്ന കൂപ്പുകുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മടിയും അലസതയുമാണ് ഒരു താരത്തിൻ്റെ കരിയർ ഇല്ലാതാക്കിയതെന്ന് പല മുൻ താരങ്ങളും ഈ താരത്തെക്കുറിച്ച് ആ സമയത്ത് വിമർശിച്ചിരുന്നു. മുൻ ഇന്ത്യൻ താരമായിരുന്ന മുഹമ്മദ് കൈഫും പ്രവീൺ ആമ്രയും ഒക്കെ അദ്ദേഹത്തിൻ്റെ കളിയോടുള്ള സമീപനത്തിനെതിരെ തന്നെ രംഗത്ത് വന്നിരുന്നു. മുഹമ്മദ് കൈഫ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരുപാട് തവണ ഡൽഹി ക്യാപിറ്റൽസ് പൃഥ്വി ഷായ്ക്ക് അവസരം നൽകിയതാണ്. പവർ പ്ലേയിൽ മികച്ച പ്രകടനം നടത്താൻ പൃഥ്വി ഷായ്ക്ക് കഴിയും, ഞങ്ങൾക്കറിയാം. വലിയ സ്കോറിലേക്ക് എത്താനുള്ള കഴിവ് പൃഥ്വി ഷായ്ക്കുണ്ട്, ഞങ്ങൾക്കറിയാം. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ടീം മീറ്റിംഗിൽ പക്ഷേ പലതവണ പൃഥ്വി ഷായെ ടീമിൽ എടുക്കുന്നത് സംബന്ധിച്ച് താനും പോണ്ടിങ്ങും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. മോശം പ്രകടനം ആവർത്തിച്ചപ്പോൾ പലതവണ ടീമിൽ നിന്നും പൃഥ്വി ഷായെ പുറത്താക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കാറുണ്ട്. ഒടുവിൽ മത്സരത്തിൽ ടോസ് ഇടുന്നതിന് മുമ്പായി ആ തീരുമാനം മാറ്റുകയും ചെയ്യും. ഈ മത്സരത്തിലെങ്കിലും ഇവൻ നന്നായി കളിക്കുമെന്ന് കരുതും, പക്ഷേ ഫലം വ്യത്യസ്തമായിരിക്കും. ആ മത്സരത്തിലും അദ്ദേഹം ഫ്ലോപ്പായിരിക്കും. ഒടുവിൽ IPL ടീമുകൾ പൃഥ്വി ഷായെ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്നായിരുന്നു ഡൽഹിയുടെ ആ സമയത്തെ അസിസ്റ്റന്റ് കോച്ച് കൂടിയായി സേവനമനുഷ്ഠിച്ച മുഹമ്മദ് കൈഫ് കഴിഞ്ഞ സീസണിൽ പൃഥ്വിയെ ആരും ലേലത്തിൽ വിളിച്ചെടുക്കാനില്ലാഞ്ഞപ്പോൾ പറഞ്ഞത്. 2018 അണ്ടർ-19 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിലായിരുന്നു പൃഥ്വി ഷാ ക്രിക്കറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ആ സമയത്ത് തന്നെ സച്ചിൻ്റെയും അതുപോലെ തന്നെ വീരേന്ദ്ര സെവാഗിൻ്റെയും ഒക്കെ ഒരു ശൈലി, ആ ഒരു രീതി, ബാറ്റിംഗ് സ്റ്റൈൽ ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അവരുടെ പിൻഗാമിയായി ഷാ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വലിയ കിരീടങ്ങൾ അല്ലെങ്കിൽ വലിയ ഇതിഹാസങ്ങളായി മാറുമെന്നുമൊക്കെ ആരാധകർ ആ സമയത്ത് കരുതിയിരുന്നു. എന്നാൽ കഠിനാധ്വാനം ചെയ്യാനുള്ള ആ ഒരു മടി അദ്ദേഹത്തെ ക്രിക്കറ്റിൽ നിന്ന് തന്നെ പുറത്താക്കുകയായിരുന്നു. ഒരു കാലത്ത് പൃഥ്വി ഷായ്ക്ക് ഒപ്പം കളിച്ചിരുന്ന സമപ്രായക്കാരായിരുന്ന ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ, റിയാൻ പരാഗ് ഇവരൊക്കെയും ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളാണ്. ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ നായകനായി മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അഭിഷേക് ആവട്ടെ ലോക T20 നമ്പർ 1 ബാറ്ററാണ്. റിയാൻ പരാഗ് ആവട്ടെ സഞ്ജുവിന് ശേഷം രാജസ്ഥാൻ്റെ നായകനുമായി. ആ സമയത്താണ് പൃഥ്വി ഷാ ഇങ്ങനെ ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. 3 Dകൾ ഇല്ലാതെ പോയതാണ് പൃഥ്വി ഷായ്ക്ക് തിരിച്ചടിയായത്. ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ. അച്ചടക്കവും ദൃഢനിശ്ചയവും അതുപോലെ തന്നെ സമർപ്പണവും. ഇവ 3ഉം പൃഥ്വി ഷായ്ക്ക് ഇല്ലാതെ പോയി എന്നാണ് മുമ്പൊരിക്കൽ പ്രവീൺ ആമ്രെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. പ്രവീൺ ആമ്രെ പറഞ്ഞത് ഇങ്ങനെയാണ്, അതിനൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു: 3 വർഷം മുമ്പേ ഞാൻ പൃഥ്വി ഷായെ ഉപദേശിച്ചിരുന്നു. വിനോദ് കാംബ്ലിയുടെ ഉദാഹരണമാണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. 23 വയസ്സായപ്പോഴേക്കും പൃഥ്വി ഷാ ഏതാണ്ട് ഒരു 30-40 കോടി രൂപയെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടാകും. IIMൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് പോലും അത്രയും പണം സമ്പാദിക്കാനാവില്ല. അത്രയും ചെറിയ പ്രായത്തിൽ ഇതുപോലെ വലിയ തുക സമ്പാദിക്കുമ്പോൾ ചിലർക്ക് ശ്രദ്ധ തെറ്റുന്നത് സ്വാഭാവികമാണ്. പൃഥ്വി ഷായെ പോലെ പ്രതിഭാതനായ ഒരു താരത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ നിരാശനാണ്. IPLൻ്റെ പണത്തിൻ്റെ കുത്തൊഴുക്കും ഗ്ലാമറും ഒരുപക്ഷെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകില്ല. ഡൽഹിയുടെ മുൻ കോച്ച് കൂടിയായിരുന്ന പ്രവീൺ ആമ്ര
പൃഥ്വി ഷായെക്കുറിച്ച് പറഞ്ഞത്, കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. മുമ്പ് 2020-ൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചുവെന്ന ആരോപണം ഉയർന്നപ്പോൾ സച്ചിൻ തന്നെ പൃഥ്വി ഷായെ നേരിൽ കണ്ട് ഉപദേശിച്ചിരുന്നു. പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത നാട്ടിൽ അച്ചടക്കവും സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുമാണ് ഒരാളെ മികച്ച ക്രിക്കറ്റർ ആക്കുന്നത് എന്നായിരുന്നു അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പൃഥ്വി ഷായെ ഉപദേശിച്ചത്. തൻ്റെ ബാല്യകാല സുഹൃത്തായ വിനോദ് കാംബ്ലിയുടെ ജീവിതം കൺമുന്നിലുള്ള സച്ചിന് ഒരുപക്ഷെ അദ്ദേഹം തന്നെയായിരിക്കും പൃഥ്വി ഷായെ ഉപദേശിക്കാൻ ആ സമയത്ത് ഏറ്റവും യോഗ്യനായ മനുഷ്യൻ. സച്ചിനേക്കാൾ പ്രതിഭയുണ്ടായിട്ടും വിനോദ് കാംബ്ലി എവിടെയാണ് എത്തിയതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൃഥ്വി ഷായും ഇതേ വഴിയിലൂടെ പോകുമ്പോഴായിരുന്നു ഏതാണ്ടൊരു 4-5 സീസൺ മുമ്പ് സച്ചിൻ അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഡൽഹി ക്യാപിറ്റൽസിലുള്ളപ്പോൾ ഇന്ത്യയുടെ ഇതിഹാസ നായകനായ സൗരവ് ഗാംഗുലിയും അതുപോലെ ഓസീസിൻ്റെ ഇതിഹാസ നായകനും അവരുടെ കോച്ചുമായിരുന്ന റിക്കി പോണ്ടിങ്ങും അണ്ടർ-19 ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡും എല്ലാം പൃഥ്വി ഷായെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയവരായിരുന്നു. അങ്ങനെ ഒരു വലിയ നന്നാക്കാൻ നോക്കിയവരുടെ ലിസ്റ്റ് പൃഥ്വി ഷായ്ക്ക് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഫലമുണ്ടായിരുന്നില്ല. മുമ്പ് ന്യൂഡിൽസ് ബോയ് എന്നൊരു വിളിപ്പേര് കൂടി ഉണ്ടായിരുന്നു പൃഥ്വി ഷായ്ക്ക്. IPL-നിടെ വീണ ഒരു പേരായിരുന്നു. ഓപ്പണറായി ക്രീസിലെത്തി 2 മിനിറ്റിനുള്ളിൽ തന്നെ ഔട്ടായി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്ന ആ ഒരു ശീലം പതിവാക്കിയതോടെയാണ് ട്രോളർമാർ പൃഥ്വി ഷായ്ക്ക് അങ്ങനെയൊരു പേര് ചാർത്തി കൊടുത്തത്. ന്യൂഡിൽസും 2 മിനിറ്റിനുള്ളിൽ പാചകം ചെയ്യാവുന്ന ഐറ്റമാണല്ലോ. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഔട്ടായി പവലിയനിലേക്ക് മടങ്ങുന്ന പൃഥ്വി ഷാ. അതോടെയാണ് ഡൽഹി കോച്ച് മറിച്ച് ചിന്തിച്ചത്. ഡൽഹി കോച്ചായിരുന്നു ആ സമയത്ത് റിക്കി പോണ്ടിങ്. ആ ഒരു മറിച്ച് ചിന്തിക്കലിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ ഷാ തുടർന്നുള്ള പല കളികളിൽ പലതിലും പ്ലേയിങ് ഇലവനിൽ നിന്നും പുറത്താവുകയും ചെയ്തു. ഇപ്പോൾ പൃഥ്വി ഷാ വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 2ാം ഇന്നിങ്സാണ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ക്രിക്കറ്റിലുമൊക്കെ ഇതൊരു 2ാം ഇന്നിങ്സാണ്. ഷായുടെ കരിയറിൽ നിർണായക പങ്ക് വഹിച്ചൊരു ക്ലബ്ബ് തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസ്. 2018-ൽ ഇന്ത്യയുടെ അണ്ടർ-19 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ അദ്ദേഹം IPL-ൽ എത്തിയിരുന്നു. അന്ന് 1.2 കോടി രൂപയ്ക്ക് ഡൽഹി അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം 7 സീസണുകളിൽ പൃഥ്വി ഷാ 79 മത്സരങ്ങളാണ് കളിച്ചത്. ആകെ നേടിയത് 1892 റൺസ് മാത്രമാണ്. ഒരു ഓപ്പണറായി ഇറങ്ങുന്ന താരത്തിന് ഇത്രയും റൺസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് തീർച്ചയായും നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പുതിയ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് പൃഥ്വി ഷാ തൻ്റെ പദ്ധതികൾ വ്യക്തമാക്കി കഴിഞ്ഞ ദിനങ്ങളിൽ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയങ്ങളില്ല. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നത്. ഭൂതകാലത്തിൽ നിന്നും വ്യത്യസ്തമാണ് കാര്യങ്ങൾ. എൻ്റെ ഭാഗത്തു നിന്ന് 100 അല്ല 200% ശ്രമങ്ങൾ ഉണ്ടാകും. ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങാൻ മാത്രമാണ്. ഡൽഹിക്കായി IPL കിരീടം നേടാനും ഓരോ മത്സരങ്ങളും വിജയിപ്പിക്കാനും തന്നെയാണ് ഞാൻ മുന്നിട്ടിറങ്ങുന്നത് എന്നാണ് പൃഥ്വി ഷാ കഴിഞ്ഞ ദിനങ്ങളിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഡൽഹിയുടെ അന്തിമ 11-ലേക്ക് എത്താൻ പക്ഷേ പൃഥ്വി ഷായ്ക്ക് സ്ഥിരതയോടുള്ള പ്രകടനങ്ങൾ ഇനി അത്യാവശ്യമാണ്, അനിവാര്യമാണ്. അത് ആവർത്തിക്കുകയും വേണം. നിലവിൽ 3 ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ ടീമുകൾ സജ്ജമാണെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുമുണ്ട്. തിരിച്ചറിവുകളുടെയും തിരുത്തലുകളുടെയും പാതയിലൂടെ പൃഥ്വി ഷാ പുതിയൊരു ഇന്നിങ്സ് IPL-ൽ വരാനിരിക്കുന്ന സീസണിൽ കെട്ടിപ്പടുക്കുമോ എന്ന് തന്നെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം അയാളുടെ പൂർവ്വകാലം നമുക്കറിയാം, അദ്ദേഹത്തിന് അതിനുള്ള കെൽപ്പുണ്ട്. 18-ാം വയസ്സിൽ ഇന്ത്യക്കായി ടെസ്റ്റിൽ സെഞ്ചുറിയോടെ അരങ്ങേറിയ താരമാണ് പൃഥ്വി ഷാ. 2021-ലാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യക്കായി കളിച്ചത്. 2022-ൽ ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിൽ ഇടം പിടിച്ചെങ്കിലും പ്ലേയിങ് ഇലവനിൽ കളിച്ചിരുന്നില്ല. അതേ സീസണിൽ രഞ്ജി സീസണിൽ അമിത ഭാരവും ഫിറ്റ്നസ് ഇല്ലായ്മയും കാരണം മുംബൈയുടെ പ്ലേയിങ് ഇലവനിൽ നിന്നും രഞ്ജി പ്ലേയിങ് ഇലവനിൽ നിന്നുമൊക്കെ പുറത്തായിരുന്നു പൃഥ്വി ഷാ. പക്ഷേ പിന്നീട് അദ്ദേഹം ഫോമിലേക്ക് തൊട്ടടുത്ത സീസണിൽ തിരിച്ചെത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. 2023-ൽ രഞ്ജിയിൽ അസമിനെതിരെ ആദ്യ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചത് അദ്ദേഹം 383 പന്തിൽ അദ്ദേഹം നേടിയത് 379 റൺസാണ്. അങ്ങനെയൊരു പൃഥ്വി ഷായെ നമ്മൾ കണ്ടിട്ടുണ്ട്. പറഞ്ഞത് നേടാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഫോമിൽ കളിക്കാനുള്ള ആ ഒരു പൃഥ്വി ഷായെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഷായിലേക്കുള്ള ദൂരം അയാൾ ഈ IPL സീസണിൽ താണ്ടുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.